കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്തെത്തിച്ചത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് ആരോപണം. പിന്നിൽ DCC കസേര ലക്ഷ്യമിട്ട നീക്കങ്ങളും ഗ്രൂപ്പ് വടംവലികളും. 3 മാസം മുമ്പ് നടത്തിയ ഫോൺ സംഭാഷണം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചുവെന്ന് ആരോപണം. ചാനലുകൾക്ക് സംഭാഷണം കൈമാറിയത് ചില നേതാക്കളുടെ അറിവോടെ. മുഴുവൻ ഫോൺ സംഭാഷണവും പുറത്തുവിട്ട് പാലോടിന്റെ അനുയായികൾ. കോൺഗ്രസിൽ ഫോൺ വിവാദം കത്തുന്നു. തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി പൊട്ടിച്ച ബോംബിൽ കുലുങ്ങി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. പാലോട് രവിക്കെതിരെ നിർബന്ധിത നടപടിയെടുത്തും N ശക്തന് താൽക്കാലിക ചുമതല നൽകിയും അന്തരീക്ഷം തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാലോട് രവി ഉയർത്തിയ വാക്കുകളിലെ തീവ്രത പാർട്ടിയുടെ അടിത്തട്ടിലെ പ്രവർത്തകർക്കിടയിൽ വരെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. പാലോട് രവിയുടെ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെയ്തത്. അതേസമയം ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്നും അത് പരിഹരിക്കുമെന്നുമാണ് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. അതേസമയം തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കരുക്കൾ നീക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ് സ്വകാര്യ ഫോൺ സംഭാഷണത്തിലെ പരാമർശങ്ങൾ പുറത്തുവിട്ട് വിവാദമാക്കിയതെന്ന വിവരവും പുറത്തെത്തിയിട്ടുണ്ട്. 3 മാസം മുമ്പ് നടന്ന ഫോൺ സംഭാഷണത്തിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ ഭാഗങ്ങളാകട്ടെ കോൺഗ്രസിന്റെ ഇന്നത്തെ പോക്കിൽ വിമർശിക്കുന്നതുമാണ്. ഈ ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചതിന് പിന്നിലെ ചേതോവികാരം പാലോട് രവിയെ തെറിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു. കോൺഗ്രസിന്റെ മുകൾ തട്ട് മുതൽ അടിത്തട്ട് വരെ പിടിമുറുക്കിയിരിക്കുന്ന ഗ്രൂപ്പിസവും കെടുകാര്യസ്ഥതയും പാലോട് രവിയുടെ സംഭാഷണത്തിൽ വ്യക്തമാണ്. മാത്രവുമല്ല, പല നേതാക്കളും BJP നേതൃത്വവുമായി ഇതിനോടകം രഹസ്യ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ടെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ മറിയുമെന്നും അതുവഴി കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുമെന്നുമാണ് പാലോട് രവി പറഞ്ഞത്. പലരും പറയാൻ മടിക്കുന്ന വസ്തുതകളാണ് രവി തുറന്നടിച്ചതെന്ന് വിശ്വസിക്കുന്ന സജീവ കോൺഗ്രസ് പ്രവർത്തകർ ഏറെയാണ്. അടുത്ത ത്രിതല തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കരുത്ത് തെളിയിക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്. പല പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായും ഇതിനായുള്ള ഡീലുകൾ BJP നേതാക്കൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഈ കാര്യം മനസ്സിലാക്കിയാണ് സൗഹൃദ സംഭാഷണത്തിൽ പാലോട് രവി ഈ വിധം വിവരങ്ങൾ തുറന്നു പറഞ്ഞത്. സുഹൃത്തായ പാർട്ടി പ്രവർത്തകനെ വിശ്വസിച്ച് പാലോട് രവി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയെടുത്ത് പാലോടിനെതിരായ ആയുധമാക്കി മാറ്റിയതിന് പിന്നിൽ വലിയ ഗ്രൂപ്പ് രാഷ്ട്രീയം തന്നെ അരങ്ങേറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടിയെ തകർക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളല്ല നടത്തിയതെന്നും വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അത് തിരുത്തുന്നതിനെക്കുറിച്ചാണ് പാലോട് രവി സംസാരിച്ചതെന്നുമാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ വിശദീകരണം. പുല്ലമ്പാറയിലെ കോൺഗ്രസ് നേതാവ് ജലീലുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്താണ് ചില കോൺഗ്രസ് നേതാക്കൾ വിവാദം സൃഷ്ടിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. അവർ എഡിറ്റ് ചെയ്ത ഫോൺ സന്ദേശങ്ങൾ കൈരളി ചാനലിന് നൽകിയതായും അവർ സംപ്രേഷണം ചെയ്തതിനു ശേഷം മറ്റുള്ള മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയായിരുന്നുവെന്നുമാണ് പാലോടിനൊപ്പമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം. കോൺഗ്രസ് നടത്തുന്ന തലേക്കുന്നിൽ ബഷീർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് പാലോട് രവിയെ ജലീൽ ഫോണിൽ വിളിക്കുന്നത്. NK പ്രേമചന്ദ്രൻ MPയും അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കും എന്ന് ആരംഭിച്ചു തുടങ്ങുന്ന സംഭാഷണത്തിൽ മണ്ഡലതലം തൊട്ടേ കോൺഗ്രസിൽ പ്രവർത്തനങ്ങൾ അഴിച്ചുപണിയണമെന്നും ഓരോ വീടുമായി വ്യക്തിബന്ധം സ്ഥാപിക്കണമെന്നുമെല്ലാം പറയുന്നുണ്ട്. ഇതൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് നോട്ടീസുമായി ചെന്നാൽ വോട്ട് കിട്ടില്ല. BJPക്കാർ അവസരം നോക്കിയിരിക്കുകയാണ്. അടിത്തട്ട് തൊട്ടേ നേതാക്കൾ ഇതറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസ് മൂക്കുകുത്തി വീണുപോകും എന്ന വിധത്തിൽ വളരെ പോസിറ്റീവായാണ് ഫോൺ സംഭാഷണത്തിൽ പാലോട് രവി സംസാരിക്കുന്നത്. പിന്നീടാണ് BJP പ്രവർത്തകർ വോട്ട് പിടിക്കാൻ നടത്തുന്ന തന്ത്രങ്ങളെക്കുറിച്ചും അവർ കാശെറിഞ്ഞ് വോട്ടുണ്ടാക്കുന്ന ചരിത്രത്തെക്കുറിച്ചുമെല്ലാം വിശദീകരിക്കുന്നത്. ഇങ്ങനെ പോയാൽ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ ഫോൺ സംഭാഷണം ചോർത്തിയെടുത്ത് അവസാന ഭാഗം മാത്രം എഡിറ്റ് ചെയ്ത് ചില കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നാണ് പാലോട് രവിക്കൊപ്പം നിൽക്കുന്നവരുടെ ആരോപണം. കേരളത്തിലെ DCCകളിൽ പുനഃസംഘടനകൾ ഉണ്ടാകാനിരിക്കെ തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാലോട് രവിയെ മാറ്റാനുള്ള ആസൂത്രിത കളിയാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ നടത്തിയത്. അതിലവർ വിജയിക്കുകയും ചെയ്തു. അതേസമയം പാലോട് രവി ചൂണ്ടിക്കാണിച്ച വിവരങ്ങൾ അത്യധികം പ്രാധാന്യമേറിയതാണെന്ന വികാരവും വലിയ വിഭാഗം പാർട്ടി പ്രവർത്തകർക്കുണ്ടുതാനും. എന്തുതന്നെയായാലും പാലോട് രവിയെ ക്രൂശിക്കാൻ പാർട്ടിക്കുള്ളിൽ നടന്ന അണിയറ നീക്കങ്ങൾ തുറന്നു കാണിക്കാനുള്ള നീക്കത്തിലാണ് രവിക്കൊപ്പമുള്ളവർ. മുറിച്ചുമാറ്റിയ ഫോൺ സംഭാഷണത്തിന് പകരം മുഴുവൻ ഫോൺ സംഭാഷണവും പുറത്തുവിട്ടുകൊണ്ട് നേതൃത്വത്തിനെതിരെ പ്രതിരോധം തീർക്കുകയാണവർ.